നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളെ ചതിച്ചൊരു ഭർത്താവിനൊപ്പം നിങ്ങൾ എങ്ങനെ കഴിയും? എന്താ ഭാവനൊന്നും മിണ്ടാത്തെ? മാഡം, എനിക്കിതിലൊരു പരാതിയില്ല. പരാതി തന്നവര് ആഗ്രഹിച്ച കാര്യം നടന്നു. ഇനി എന്താ ഞാൻ പറയേണ്ടത്? സൂര്യയുടെ ഈ ഏറ്റുപറച്ചിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. സൂര്യ അവിവാഹിതയായ ഒരു കുട്ടിയാണ് ഗർഭിണിയാക്കിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. മാഡം, ഇനി എന്ത് വന്നാലും ഞങ്ങൾ ഫേസ് ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ മാഡം, ഇക്കാര്യത്തില് ഞാനും ഭാവനയെ ഒറ്റ മനസ്സാ. ഈ വിചാരണ കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ കമ്മീഷനൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് പോവാം. മാഡം, ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല മാഡം. ഞങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. വക്കീൽ വരുന്നു. അജയ, ഞാൻ പറഞ്ഞില്ലേ ഈ കേസിൽ നമ്മൾ വിജയിക്കുമെന്ന്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു. അല്ല വക്കീലെ, സത്യം അതല്ലല്ലോ. സൂര്യയുടെ ഭാവനയുടെ കുഞ്ഞല്ലേ? അതിനിവിടെ ഇപ്പൊ തെളിവില്ലല്ലോ. മാനസയുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് DNA ടെസ്റ്റ് നടത്തിയാലേ പിതൃത്വം തിരിച്ചറിയാനൊക്കൂ. എന്തായാലും സംഗതി സക്സസ് ആയില്ലേ? എനിക്ക് ഇത്ര മതി വക്കീലേ. ഇനി ഞാൻ കളിച്ചോളാം. ആ ജയനിർമ്മല ഇല്ലാതെ പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ രണ്ട് പറഞ്ഞേനെ. വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി ജയ കാത്തിരിക്കായിരിക്കും. നീ കാത്തിരുന്നോടി ജയ. നിനക്കിനി തോക്കാനേ നേരം കാണും. വക്കീൽ സാറേ, ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയാവോ? അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതും എന്നേക്കുമായിട്ട്. അതോടെ ഞങ്ങളുടെ മോക്ക് സൂര്യയെ സ്വന്തമാക്കാൻ കഴിയും. അജയ് ധൈര്യമായിട്ട് കളി തുടങ്ങിക്കോ. ഫുൾ ലീഗൽ പ്രൊട്ടക്ഷൻ തരാൻ ഞാനിവിടെ ഉണ്ട്. അതെനിക്കറിയത്തില്ലയോ വക്കീൽ സാറേ. സാറ് നോക്കിക്കോ, എന്റെ മോടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടാണ് ഞാൻ കളം മാറ്റാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഈ വിവരം ശ്രീറാമിനോട് വിളിച്ചു പറയാം. ശരി ശരി. കണ്ടോടി വക്കീൽ സാറിന്റെ ഒരു സന്തോഷം. ഇനി നമ്മൾ വരച്ച വരയിലൂടെ കാര്യങ്ങൾ നീങ്ങൂ. മനസ്സിലായോ? നീ വാ. മനസ്സ, മനസ്സ, നിന്റെ മനസ്സ് നല്ലതാ മനസ്സ. അതുകൊണ്ടാ അവസാന നിമിഷം വരെയും നിന്റെ നാവിൽ നിന്നും സൂര്യയുടെ പേര് പുറത്തു വരാതിരുന്നത്. ഭാവന, എന്നാലും ഞാൻ കാരണം വനിതാ കമ്മീഷന്റെ മുന്നില് സൂര്യ മോശക്കാരനായില്ലേ? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ആന്റി എന്നോടൊപ്പം നിങ്ങളെ ചതിക്കാൻ കൂട്ടുനിന്നത്? ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോ തോന്നുന്നു.
ഇനി ഇതിന്റെ പേരിൽ നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇവിടെ ഇപ്പോ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മനസ്സ. ഇന്ന് നടന്നതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. കാരണം ഭാവന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? മറിച്ച് ഞാനിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മാനസയെ കൊണ്ട് നടന്നതെന്താണെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കും. അത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കും. എന്തായാലും മാനസയുടെ പിന്നാലെ ഇനിയും അച്ഛനും അമ്മയും ഉണ്ടാവും. അടുത്തത് എന്താ അവരുടെ പ്ലാൻ എന്ന് പോലും അറിയാൻ പറ്റില്ല. അനിരുദ്ധന്റെ കയ്യില് അച്ഛൻ പോയി പെട്ടതാ ഇപ്പൊ പ്രശ്നമായത്. അയാളാ അച്ഛനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അയാള് മാത്രല്ലല്ലോ മാനസ, മധുരാമനെ തന്നെ നമുക്കെതിരായി കൊണ്ടുവന്നില്ലേ? മധുരാമിനെ അവർക്ക് എങ്ങനെ അറിയാമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനാണോ സൂര്യപ്രയാസം? നമ്മൾ പോലും ചിന്തിക്കാത്ത ബന്ധങ്ങളായിരിക്കും ഇവർക്കൊക്കെ ഉള്ളത്. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഈ ഒരു കാര്യത്തിന്റെ പേരില് ഒരിക്കലും സൂര്യക്കോ ഭാവനയ്ക്കോ ഒരു പേര് ദോഷവും വരരുത്. അങ്ങനെയുള്ള വിഷമമൊന്നും തനിക്ക് വേണ്ട മനസ്സ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ ആയില്ല. ഇനിയിപ്പോ മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ആരും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറായവളാ നീ. ആദ്യം ഞങ്ങൾക്കല്പം വിഷമം ഉണ്ടായെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയത്. അത്രത്തോളം നന്മയാ നിന്റെ മനസ്സിലുള്ളത്. ഇന്ന് തന്നെ വനിതാ കമ്മീഷണറുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നീ എത്രമാത്രം വിഷമിച്ചെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ സൂര്യ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തത്. ഞാൻ സൂര്യയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാനസ, ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് വരാൻ പാടില്ല എന്ന്. അതുകൊണ്ടാ സൂര്യ സത്യം പറഞ്ഞത്. ഇവിടിപ്പോ സൂര്യ കള്ളം പറഞ്ഞിട്ടുമില്ല, കേസിനൊരു തീർപ്പുണ്ടാവുകയും ചെയ്തു. ഇനിയും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പല ഭാഗത്തു നിന്നും വരാൻ മനസ്സ. നമ്മളത് നേരിടാനായിട്ട് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ വാ. മനസ്സാ വാ. ഭാവന എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ എന്താണ് മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഗായത്രി. വനിതാ കമ്മീഷന് മുമ്പിൽ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് സൂര്യയ്ക്ക് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെന്ന് സമ്മതിക്കേണ്ടി വന്നതെന്നാണ് ഭാവന പറയുന്നത്. ഇപ്പൊ ഭാവന ഒറ്റപ്പെട്ടതുപോലെ ആയില്ലേ? നിയമപരമായി നോക്കിയാ മാനസ സൂര്യയാണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ മാതാപിതാക്കള്. സത്യാവസ്ഥ നമുക്കറിയാലോ മാമി. ഇതിപ്പോ വനിതാ കമ്മീഷനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചതല്ലേ? ഇല്ലെങ്കിൽ മാനസയെ കൊണ്ട് കൃത്രിമ ഗർഭധാരണം നടത്തിയതിന് സൂര്യൻ ഭാവനയെ സമാധാനം പറയേണ്ടി വരുമല്ലോ. ഇതിപ്പോ വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ ഏട്ടാ.